നിങ്ങൾ വിക്ടർ ഫ്രാങ്കിൾ എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലെങ്കിൽ വിക്ടർ ഫ്രാങ്കിളിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ മാൻ സെർച്ച് ഫോർ മീനിങ് എന്ന പുസ്തകത്തെയും കുറിച്ച് നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. വിക്ടർ ഫ്രാങ്കിൾ ഒരു ഓസ്ട്രിയൻ ഡോക്ടറായിരുന്നു, ഒരു ജൂതനുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഫാമിലിയിലുള്ള സകലമാന മനുഷ്യരെയും ഹിറ്റ്ലർ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ കൊണ്ടുപോയി കൊലപ്പെടുത്തി. ഇദ്ദേഹത്തെയും അവർ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കൊണ്ടുപോയി ഭാരിച്ച പണികളേൽപ്പിച്ചു. കൊടിയ ശാരീരിക പീഡനം, പട്ടിണി കിട്ടും. പക്ഷേ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിലെ കൊടിയ പീഡനങ്ങൾക്കിരയാവുമ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു വെളിപാടുണ്ടായി. അദ്ദേഹം മനസ്സിലാക്കി, ഇവർക്ക് എന്റെ ചുറ്റുപാടുകളെ കൺട്രോൾ ചെയ്യാനാവും, എന്റെ ബോഡിയെ പീഡിപ്പിക്കാനാവും, പക്ഷേ എന്റെ മനസ്സ്, അതിനെ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വിക്ടർ ഫ്രാങ്കിളിന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ദ ലാസ്റ്റ് ഓഫ് ഹ്യൂമൻ ഫ്രീഡംസ്, അതായത് ഒരു മനുഷ്യനെ നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ കഴിയും, പക്ഷേ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ഫ്രീഡം ഉണ്ട്. എന്ത് പ്രതികൂല സാഹചര്യത്തോടും എങ്ങനെ പെരുമാറണമെന്ന് തീരുമാനിക്കാനുള്ള ഒരു മനുഷ്യന്റെ ഫ്രീഡം. അതാണ് ദ വിക്ടർ ഫ്രാങ്കിൾ ദ ലാസ്റ്റ് ഓഫ് ഹ്യൂമൻ ഫ്രീഡം എന്ന പേരിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം ആ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്ന് ഒരു തീരുമാനമെടുത്തു. ഇവര് എന്നെ എങ്ങനെയൊക്കെ പീഡിപ്പിച്ചാലും, എന്റെ ചുറ്റുമുള്ള എൻവയോൺമെന്റിനെ ഇവർ എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്താലും ഞാനൊരു തീരുമാനമെടുത്തിട്ടുണ്ട്, എന്റെ മനസ്സിന്റെ കൺട്രോൾ എന്റെ കയ്യിലായിരിക്കും. അവിടെ നിന്ന് അദ്ദേഹം ഓരോ ദിവസവും എണീക്കുമ്പോൾ, മെഡിക്കൽ കോളേജിൽ പഠിപ്പിച്ചിരുന്ന അദ്ദേഹം ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്ന് തിരിച്ച് പ്രശ്നങ്ങളെല്ലാം കെട്ടടങ്ങി നാട്ടിൽ ചെന്നാൽ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ഓരോ ദിവസവും ഇമാജിൻ ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ എന്റെ കുട്ടികളെ പഠിപ്പിക്കും, ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്ന് എനിക്ക് കിട്ടിയ അനുഭവ സമ്പത്ത് ഞാൻ അവർക്ക് പകർന്നു കൊടുക്കും, ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കും. അങ്ങനെ ഇതെല്ലാം മാറിക്കഴിഞ്ഞ് അദ്ദേഹത്തിന് ഉണ്ടാകാൻ പോകുന്ന ഒരു നല്ല കാലത്തെ അദ്ദേഹം നിരന്തരം തലച്ചോറിൽ വിഭാവനം ചെയ്ത് അത് അദ്ദേഹത്തിന് ഒരുപാട് കൊടിയ പീഡനങ്ങൾ ഉണ്ടെങ്കിലും അദ്ദേഹത്തിന് സഫറിങ് എന്നുള്ള ഒരു സാധനം ഇല്ലാതാക്കുകയും കാലക്രമേണ യുദ്ധം അവസാനിക്കുകയും അദ്ദേഹം മോചിതനായി തിരിച്ചെത്താനും കാരണമായി. ഈ അനുഭവങ്ങളെയും ഇത്തരം കൊടിയ പീഡനങ്ങളെ അദ്ദേഹത്തിന് തരണം ചെയ്യാൻ അദ്ദേഹത്തെ സഹായിച്ച അദ്ദേഹത്തിന്റെ ഈ മനോഭാവത്തെയും കുറിച്ച് അദ്ദേഹം എഴുതിയ പുസ്തകമാണ് മാൻ സെർച്ച് ഫോർ മീനിങ്. അതാണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന ഒരു മനോഹരമായ പുസ്തകം.